ഹലോ, ഞാനിപ്പോൾ ഉള്ളത് ചൈനയിലെ ഷെജിയാങ് യൂണിവേഴ്സിറ്റിയിലാണ്. ഇവിടെയാണ് എൻ്റെ മകൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളെയും ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് എൻ്റെ മകൻ. ഇവന് ഈ യൂണിവേഴ്സിറ്റിയിൽ 2 വർഷമായിട്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ എല്ലാ രാജ്യത്തു നിന്നുമുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ നിന്ന് എൻ്റെ മകനും വേറൊരു കുട്ടിയും മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പം ഈ യൂണിവേഴ്സിറ്റി ശരിക്കും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു ദിവസം ഒന്നും നടന്ന് കണ്ടു തീരൂല കേട്ടോ. അത്രത്തോളം വലുതാണ്. ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് യൂണിവേഴ്സിറ്റിയിൽ. ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയൊക്കെ ഒരുപാട് ഭയങ്കര വലുതാട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ മോനെ ഇവിടെ നടന്ന് ഒരു ക്ലാസ്സിനൊക്കെ എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോസ്റ്റലിൽ നിന്ന് ശരിക്കും 20 മിനിറ്റ് ഒക്കെ വേണം ഒരു ക്ലാസ് റൂമിലോട്ട് എത്താൻ വേണ്ടി. അടുത്ത സ്ഥലത്തോട്ട് എത്തുമ്പോഴത്തേനും അത്രയും പിന്നെ സമയം. അതുകൊണ്ട് തന്നെ അവൻ ചെറിയൊരു ബൈക്കൊക്കെ മേടിച്ച് അതിലാണ് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലോട്ട് പോകുന്നതൊക്കെ. ബൈക്കെല്ലാം യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള സൈക്കിളുകളാണ്. ആണോ, ഇവിടെ ഒരുപാട് സൈക്കിൾ വെച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്നതെല്ലാം ക്യാൻറ്റീനുകളാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഫുഡുകൾ കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടെയുള്ള ക്യാൻറ്റീനുകളിൽ. അപ്പൊ 11:30 ഇപ്പോൾ സമയം. ഇപ്പൊ ചെന്നില്ലെങ്കിൽ ലഞ്ച് കിട്ടത്തില്ല. അപ്പൊ നമുക്ക് ക്യാൻറ്റീനിലോട്ട് പോകാം. അതാ ഇവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും ഫുഡുകളുടെ ഒരു ലോകമാണ് കേട്ടോ. ഏതെല്ലാം വെറൈറ്റി വേണമെങ്കിലും ചൈനീസ് ഫുഡുകൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് ക്യാൻറ്റീനുകളുണ്ട്. ഒരു ക്യാൻറ്റീനൊന്നുമല്ല, ഒരുപാട് തരത്തിലുള്ള ഫുഡുകൾ കിട്ടുന്ന ക്യാൻറ്റീനുകൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ബുഫേ മോഡലുണ്ട്. അതുകൂടാതെ നമ്മൾ പറയുമ്പോൾ കുക്ക് ചെയ്ത് തരുന്ന സൈസ് ഫുഡുകളുണ്ട്. വെജിറ്റേറിയൻകാർക്ക് വെജിറ്റേറിയൻ ഉണ്ട്. ഹലാൽ ഫുഡ് കഴിക്കേണ്ട ആൾക്കാർക്ക് ഹലാൽ ഫുഡുണ്ട്. ഫ്രൂട്ട്സ് കഴിക്കേണ്ട ആൾക്കാർക്ക് അതുണ്ട്. എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള ഫുഡുകളും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ ഇന്ത്യൻ ഫുഡ് അങ്ങനെയൊന്നുമില്ല. കാരണം ഇന്ത്യൻ കുട്ടികൾ പോലും ഇല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇവിടെ മുട്ടയൊക്കെ ഇതുപോലെ റെഡിയാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആയിനെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഞാനിവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും സ്റ്റുഡൻസിന് മാത്രമേ ഇവിടെ നിന്ന് ഇങ്ങനെ ഫുഡ് എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് പോയിട്ടുണ്ട് മോൻ്റെ സ്റ്റുഡൻ്റ് ID കാർഡിൽ നിന്ന് വേണം ഫുഡ് മേടിക്കാൻ വേണ്ടി. അപ്പോൾ ഇവരുടെ ID കാർഡ് വിചാറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതിനുശേഷം നമ്മളിവിടെ എത്ര ഫുഡ് വേണമെന്നുള്ളത് നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റിൽ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ഒരു സ്കാൻ ചെയ്യാൻ വേണ്ടി ഒരു ഇത് വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ജസ്റ്റ് ആ ഫുഡ് അവിടെ വെച്ചിട്ടുണ്ട് എങ്കിൽ ആ ഫുഡ് എത്ര രൂപയാകുമെന്ന് അത് അറിയൂ കേട്ടോ. ഇത് നോക്കിക്കേ, ജസ്റ്റ് ഇവിടെ വെച്ചാൽ മാത്രം മതി. എന്നിട്ട് നമ്മുടെ ഫേസ് സ്കാനിലൂടെ തന്നെ നമ്മുടെ മണി അതിൽ നിന്ന് പോകും. എന്തോ ഒരു ടെക്നോളജി എത്രമാത്രം അഡ്വാൻസ്ഡ് ആണെന്ന് നോക്കിയേ. ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ആ കാർഡ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താലും മതി. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവരൊക്കെ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി മാസ്ക് ഒക്കെ വെച്ച് എത്ര നീറ്റായിട്ട് അവർ കുക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കിക്കേ. ഇവിടെ കുട്ടികൾക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതുപോലെ ഒരുപാട് സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പുറത്തോട്ട് നോക്കുമ്പോഴാണ് ഇതാ അവിടെ തീ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ടത്. അതല്ല കേട്ടോ, തീ പിടിച്ചതല്ല, മോക്ക് ഡ്രിൽ നടക്കുമായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും കണ്ട് അപ്പം നന്നായിട്ട് വിശന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പൊറോട്ട മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു പൊറോട്ട കിട്ടുന്ന കടയിലോട്ട് വന്നതാണ്. പുള്ളിക്കാരൻ അവിടെ പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പൊറോട്ട, ചൈനീസ് പൊറോട്ട. അതിനകത്ത് ഇതെന്താടാ മയോണൈസ് ഉള്ളിൽ വെച്ചിട്ട് മയോണൈസും മുട്ടയും ലെറ്റസും. ഇതിനകത്ത് ചിക്കനൊക്കെ വെക്കും. നല്ല എന്ത് ക്ലാസ് നടക്കുന്നുണ്ടെന്ന് ഇപ്പം. ഇപ്പൊ ക്ലാസ് നടക്കുന്ന ഏത് ഫ്ലോറിൽ ഏതൊക്കെ ഇതിനാ ക്ലാസ് നടക്കുന്ന ഡീറ്റെയിൽ അല്ലേ. ഇതാണ് കേട്ടോ ചൈനയിലെ ഒരു ക്ലാസ് റൂം ആണിത്. ഇത് ടീച്ചേഴ്സിന്റെ മൈക്കല്ലടാ. ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാട്ടോ. ഇവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ബ്ലാക്ക് ബോർഡ് സ്പെഷ്യലാ. ഈ ബ്ലാക്ക് ബോർഡ് ടച്ച് സ്ക്രീൻ ബ്ലാക്ക് ബോർഡ് അല്ല, അത് ഓൺ ചെയ്യണമെങ്കിൽ സ്റ്റുഡന്റ് കാർഡ് ഒക്കെ വേണം. ശരി, ഇതൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു റൂം എടുത്തിട്ട് കണക്ട് ചെയ്യാം നമ്മുടെ. എന്നിട്ട് ഇവിടുന്ന് PPT പോലെ ഇത് ചെയ്യാം, അല്ലെ ഈ റൂമിൽ നിന്ന് ചെയ്യാം.
അങ്ങനെ കുറെ റൂംസ് ഉണ്ട്. എന്നിട്ട് ഇതൊക്കെ സ്റ്റഡി ചെയ്യുക അല്ലേ ഇവിടെ വന്നിരുന്ന്? ഇവിടെ വന്നിട്ട് സ്റ്റഡി ചെയ്യാം. ഇവര് പോലെ ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് സ്റ്റഡി ചെയ്യാം. ഇവര് സ്റ്റഡി ചെയ്യുന്നുണ്ടല്ലേ. അവർക്ക് നല്ല വ്യൂ ഉണ്ട്. സ്കാൻ ചെയ്തിട്ട് ടിഷ്യൂ എടുക്കാം. ടോയ്ലറ്റിൽ പോകുമ്പോൾ ടിഷ്യൂ കൊണ്ടുവരാൻ മറന്നു പോയിട്ടുണ്ടല്ലോ അല്ലേ? ഒരു പേപ്പർ ഫ്രീ ആയിട്ട് കിട്ടും. ഒരു പേപ്പർ കൊണ്ട് എവിടെ ആവാൻ. അത് പിന്നെ നിങ്ങൾക്കറിയാലോ, ചൈനയിലൊന്നും ടോയ്ലറ്റിൽ വെള്ളം ഉണ്ടാവത്തില്ല. ഇവിടെ എല്ലാവരും ടിഷ്യൂ പേപ്പറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളൊക്കെ എവിടെ പോയാലും ടിഷ്യൂ കൊണ്ട് നടക്കേണ്ടതാണ്. ഈ ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെ വലിയൊരു സൂപ്പർ മാർക്കറ്റും ഉണ്ട്. ആ സൂപ്പർ മാർക്കറ്റിൽ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ സൂപ്പർ മാർക്കറ്റിൽ ഇവർക്ക് വന്ന് മേടിക്കാൻ വേണ്ടി പറ്റും. എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഏത് സമയത്തും വേണമെങ്കിൽ വന്ന് കുട്ടികൾക്ക് മേടിച്ചിട്ട് പോകാൻ വേണ്ടി പറ്റും. അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ല ഈ ഒരു സൂപ്പർ മാർക്കറ്റ്. ഒരുപാട് കോഫി ഷോപ്പുകൾ ഇവിടെയുണ്ട്. 400 രൂപയൊക്കെയാണ് കേട്ടോ ഈ ഒരു കോഫിയുടെ വില. പിന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ചൈനീസ് കുട്ടികളൊക്കെ നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർക്കതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ആൾക്കാരെല്ലാം എന്താരും ഓർഡർ പോകുന്നതെന്ന് നോക്കിക്ക് ആൾക്കാർ നിറയെ കോഫി മേടിക്കാൻ വേണ്ടി വന്ന് ക്യൂ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അതിനുശേഷം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മോന്റെ ഹോസ്റ്റലിലോട്ടാണ് കേട്ടോ. ഇവിടെ എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഫേസ് സ്കാൻ ആണ് ചെയ്യേണ്ടത്. കേട്ടോ, അവൻ ജസ്റ്റ് ഫേസ് അവിടെ കാണിച്ചു, സ്കാൻ ചെയ്തപ്പോൾ അത് ഓപ്പൺ ആയി അവന് ഹോസ്റ്റലിന്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ വേണ്ടി പറ്റും. ഇല്ലാത്തവർക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ ഇതാണ് ഹോസ്റ്റലിന്റെ ഉള്ളിൽ ശരിക്കും ജസ്റ്റ് എൻട്രൻസ് ഭാഗം കേട്ടോ. ഇവിടെ എല്ലാ രാജ്യത്തു നിന്നുള്ള കുട്ടികൾ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. ഉള്ളിലോട്ടൊന്നും ഞാൻ പോയില്ല, കാരണം അവിടെ 4 പേര് ഒരുമിച്ചാണ് താമസിക്കുന്നത്. അങ്ങനെ മോന് അവന്റെ ബൈക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി വെക്കാൻ പോയതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചാർജിങ് പോയിന്റുകളുണ്ട്. 1 രൂപ, ഒരു RMBക്ക് ചാർജ് ചെയ്താൽ അവൻ പറഞ്ഞ ഒരാഴ്ചയൊക്കെ ഉപയോഗിക്കാന്ന്. 10 രൂപയ്ക്ക് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ അവന് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് അവൻ പറഞ്ഞത്. ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെ ഇതുപോലെ ഒരുപാട് മനോഹരമായ സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അവർക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരുന്ന, ഗേൾഫ്രണ്ടൊക്കെ ആയിട്ട് വന്നിരുന്ന വർത്താനമൊക്കെ പറയാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. എത്രയോ ഏക്കറുകൾ സ്ഥലങ്ങളാണ് ഇതുപോലെ കൊടുത്തിട്ടുള്ളത്. അതിമനോഹരമായി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചൈനയിലെ യൂണിവേഴ്സിറ്റികളിലെ പഠിത്തത്തിന് മാത്രമല്ല അവർ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസിനും അവർ ഇമ്പോർട്ടന്റ് കൊടുക്കാറുണ്ട്. അതൊക്കെ അനുസരിച്ച് തന്നെയാണ് സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത്. എല്ലാ സ്പോർട്സും കളിക്കാനുള്ള സ്ഥലങ്ങളും അവർ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ ഒരുപാട് ചൈനയിലെ യൂണിവേഴ്സിറ്റികൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അഡ്മിഷൻ്റെതോ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ശരിക്കും പറഞ്ഞാൽ ചൈനയിലെ യൂണിവേഴ്സിറ്റികൾ വേൾഡിലെ തന്നെ ടോപ്പ് റാങ്കിങ്ങിലാണ് വരുന്നതെന്ന് മോൻ ഇവിടെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെയാണ് കേട്ടോ എനിക്ക് തന്നെ മനസ്സിലായത്. ചൈനയിലെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.